ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു AKR ടെക്നിക്കൽ മലയാളം യൂട്യൂബ് ചാനൽ. AKR ടെക്നിക്കൽ മലയാളം യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഓട്ടോമാറ്റിക് വാട്ടർ ലെവൽ കൺട്രോളിൻ്റെ വീഡിയോ ആയിരുന്നു ചെയ്തിരുന്നത്. ഇതിൻ്റെ 3-4 ടൈപ്പ് വയറിങ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വിവരിച്ചിരുന്നു. ഇത് കാണാത്തവർക്കായി ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും കൊടുക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇത് വാച്ച് ചെയ്യാവുന്നതാണ്. ഈ കാണുന്ന 3 ഫേസ് ഡ്യുവൽ മോട്ടോർ കൺട്രോൾ പാനലിൻ്റെ വയറിംഗ് ആണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ വിവരിക്കുന്നത്. ഡ്യുവൽ പമ്പ് കൺട്രോൾ പാനലിൻ്റെ പവർ വയറിംഗ് ആണ് ഈ കാണുന്നത്. അതായത് 3 ഫേസ് മോട്ടറിൻ്റെ പവർ വയറിംഗ് ആണ്. ആദ്യം ഇത് ഒരു 4 പോൾ ഐസൊലേറ്റർ 3 ഫേസിനായി ഫസ്റ്റ് ഇവിടെ ഘടിപ്പിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് RYB ഒരു TP-MCBയിൽ കൊടുത്തിട്ട് അവിടെ നിന്നും കോണ്ടാക്ടറിലേക്ക് കൊടുത്തിരിക്കുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ കാണുന്നത് A1A2 എന്നുള്ളത് ഈ കോണ്ടാക്ടറിൻ്റെ കോയിലാണ്. അത് കഴിഞ്ഞ് കോണ്ടാക്ടറിൻ്റെ തൊട്ട് താഴെ ഓവർലോഡ് റിലേയാണ് ഈ കാണുന്നത്. അവിടെ നിന്നും RYB നേരെ മോട്ടറിലേക്ക് അല്ലെങ്കിൽ പമ്പിലേക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ നിന്നും R ഫേസിൽ ഒരു കൺട്രോളിന് വേണ്ടിയിട്ട് ഒരു MCB ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് നേരെ കൺട്രോൾ വയറിങ്ങിലേക്ക് പോകുന്നതിന് വേണ്ടിയാണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നും ഈ ന്യൂട്രലും കൺട്രോൾ വയറിങ്ങിലേക്ക് പോകുന്നതാണ്. കൺട്രോൾ 24-ൻ്റെ ആണെങ്കിൽ 24 വോൾട്ടിന് വേണ്ടിയിട്ട് ഒരു ട്രാൻസ്ഫോർമർ ഈ ഫേസിലും ന്യൂട്രലുമായി കണക്ട് ചെയ്തിട്ട് 24 വോൾട്ട് കൺട്രോൾ സപ്ലൈ കണക്ട് ചെയ്യാവുന്നതാണ്. അതിനാണ് ഞാനിവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ഫേസ് ടു 24 വോൾട്ട് ട്രാൻസ്ഫോർമർ, ന്യൂട്രൽ ടു ട്രാൻസ്ഫോർമർ. ഇതാണ് ട്രാൻസ്ഫോർമർ കണക്ട് ചെയ്തിരിക്കുന്നത്. അതായത് ആദ്യം കാണിച്ച കൺട്രോൾ സപ്ലൈ നേരെ ഇതിലേക്ക് ഈ ട്രാൻസ്ഫോർമറിലേക്ക് 230 വോൾട്ട് കൊടുക്കും. അവിടെ നിന്ന് 24 വോൾട്ട് ഈ കൺട്രോളിലേക്ക് പോകുന്നതാണ്. കൺട്രോളിൽ 24 വോൾട്ട് ഇവിടെയും അതിൻ്റെ 0 വോൾട്ടിൻ്റെ പോയിന്റ് ഇവിടെയുമാണ് കണക്ട് ചെയ്യുന്നത്. 24 വോൾട്ട് കൊടുക്കുമ്പോൾ ഈ ടൈമർ, ബാക്കിയുള്ള ഈ കോയിലുകളും, റിലേ, കോണ്ടാക്ടർ എന്നിവ 24 വോൾട്ടിൻ്റെ ആയിരിക്കണം എന്ന് മാത്രം. ഫ്ലോട്ട് സ്വിച്ചൊക്കെ നോർമൽ ഫ്ലോട്ട് സ്വിച്ച് തന്നെയാണ്. പ്രഷർ സ്വിച്ചും നോർമൽ പ്രഷർ സ്വിച്ച് തന്നെയാണ്. ഈ കോയിലിൻ്റെ സപ്ലൈ നമുക്ക് 24 വോൾട്ട് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ ഇൻഡിക്കേഷനും 24 വോൾട്ടിൻ്റെ ആയിരിക്കണം. ഇതാണ് 230 വോൾട്ടിൻ്റെ കൺട്രോൾ സപ്ലൈ, സെയിം കൺട്രോൾ സപ്ലൈ ആണ്. അപ്പോൾ ഇതിലുള്ള ഈ ടൈമർ, ഈ റിലേ, കോണ്ടാക്ടർ എന്നിവ 230 വോൾട്ട് കോയിലിൻ്റേത് ആയിരിക്കണമെന്ന് മാത്രം. ഇൻഡിക്കേഷനും 230 വോൾട്ടിൻ്റെ തന്നെ ആയിരിക്കണം. ആദ്യം നമുക്ക് ഈ കാണിച്ചിരിക്കുന്ന ടൈമർ, കോണ്ടാക്ടർ, റിലേ എന്നിവ പരിചയപ്പെടാം. ഇതാണ് 24 അവർ ടൈമർ, 230 വോൾട്ടിൻ്റെയാണ് ഇപ്പോൾ ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ 240 വോൾട്ട് AC എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിൽ 1, 2, 3 എന്നിവയാണ് നമ്മുടെ NONC പോയിന്റുകൾ. അതായത് 3 കോമണും 3യിൽ നിന്നും 1ലേക്ക് NCയും ഈ 3യിൽ നിന്നും 2ലേക്ക് നോർമൽ ഓപ്പണുമാണ്. ഞാൻ ഇതിനെപ്പറ്റി ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്കായി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് കാണാവുന്നതാണ്. ഈ കാണിച്ചിരിക്കുന്നത് ഈ ടൈമറിൻ്റെ കോയിൽ സപ്ലൈ ആണ്. അതായത് 5, 6 എന്നിവ ഇവിടെ കണക്ട് ചെയ്യണം. അതുപോലെ തന്നെ ടൈമറിൻ്റെ NC, അതായത് 3, 1 ഇവിടെ കണക്ട് ചെയ്യണം. അതായത് ഇത് ഈ മുകളിൽ കാണുന്നത് മൂന്നാമത്തെ ഈ പോയിൻ്റാണ്. അവിടെ നിന്നും 1 ഇതിലേക്ക് കണക്ട് ചെയ്യുക. അതായത് ഈ ഹാൻഡ് ഓട്ടോ സ്വിച്ചിലേക്ക് ഇവിടെ കണക്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ ടൈമർ NO ആണ്. അതായത് 3ഉം 2ഉം തമ്മിൽ ഇവിടെയാണ് കണക്ട് ചെയ്യുന്നത്. അതായത് ഈ ഹാൻഡ് ഓട്ടോ സ്വിച്ചിൻ്റെ ഈ വലതുവശത്തെ പോയിന്റിൽ കണക്ട് ചെയ്യുക. ഓട്ടോ പൊസിഷനിൽ ഇടുമ്പോൾ ഈ ടൈമർ ത്രൂ ആണ് നമുക്ക് ഇതിലേക്ക് സപ്ലൈ വരുന്നത്. നമുക്ക് ഫ്ലോട്ട് സ്വിച്ച് നോക്കാം. അത് കഴിഞ്ഞ് നേരെ വരുന്നത് ഫ്ലോട്ട് സ്വിച്ചിലേക്കാണ്. ഫ്ലോട്ട് സ്വിച്ചിൻ്റെ നോർമൽ ഓപ്പൺ പോയിന്റിലേക്കാണ് ഇത് കൊടുക്കുന്നത്. അതായത് ടാങ്കിൽ വെള്ളമുണ്ടെങ്കിൽ മാത്രമേ ക്ലോസ് ആകാവുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഈ ഫ്ലോട്ട് സ്വിച്ച് ഇവിടെ കണക്ട് ചെയ്യുന്നത്. അതായത് X1, X2 എന്ന കണക്ടറിലേക്ക് ഫ്ലോട്ട് സ്വിച്ച് കണക്ട് ചെയ്യുക. ടാങ്കിൽ വെള്ളമുണ്ടെങ്കിൽ മാത്രം ഇത് മുകളിലേക്ക് വരുന്നതാണ്. ഇത് നേരെ തിരിഞ്ഞ് മുകളിലേക്ക് പോകും. അപ്പോൾ ഇവിടെ നിന്നും ഇതിലേക്ക് ഈ പ്രഷർ സ്വിച്ചിലേക്ക് സപ്ലൈ കിട്ടുന്നതാണ്. ഇത് ഡ്രൈ റൺ പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കുന്നത്. അതായത് വെള്ളമില്ലെങ്കിൽ ഈ പമ്പുകൾ ഓടാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് ഈ ഫ്ലോട്ട് സ്വിച്ച് ഉപയോഗിക്കുന്നത്. അടുത്തതായി പ്രഷർ സ്വിച്ചാണ്. പ്രഷർ സ്വിച്ചിൻ്റെ നോർമൽ ക്ലോസ് പോയിൻ്റാണ് ഇവിടെ കൊടുക്കുന്നത്. അതായത്
നോർമലി പ്രഷർ ഇല്ലാതെ നിൽക്കുമ്പോൾ ഇവിടെ ക്ലോസ് പോയിന്റ് വേണം കൊടുക്കാൻ. എപ്പോൾ പ്രഷർ റീച്ച് ആകുന്നു, നമ്മളിതിൽ സെറ്റ് ചെയ്യുന്ന പ്രഷർ റീച്ച് ആകുമ്പോൾ ഇത് ഓപ്പൺ ആവുകയും നമ്മുടെ കൺട്രോൾ സപ്ലൈ ഇതിലേക്ക് കട്ടാവുകയുമാണ്. ഈ ഭാഗം ഓപ്പൺ ആവുകയുമാണ് ചെയ്യുന്നത്. അടുത്തായി റിലേ ആണ്. ഈ കാണുന്ന ഒരു 11 പിൻ റിലേ ആണ്. 11 പിൻ റിലേ എന്ന് പറഞ്ഞാൽ ഈ 3 പോയിന്റ്, താഴെ കാണുന്ന ഈ 3 പോയിന്റ് കോമൺ പോയിന്റ്, ഈ മുകളിൽ 2 സ്റ്റെപ്പായി കാണുന്ന 3 പോയിന്റ്, ഈ മുകളിൽ കാണുന്നത് ക്ലോസ് പോയിന്റും താഴെ കാണുന്നത് നോർമൽ ഓപ്പൺ പോയിന്റുമാണ്. ഈ 2 പോയിന്റ് A1 A2 ആണ്. ഇത് 11 പിൻ റിലേ ആണ്. ഇത് കൂടാതെ 14 പിൻ റിലേ കിട്ടും. നമുക്കിപ്പോൾ ഇതിന് 11 പിൻ റിലേ മതിയാവും. ഈ K1 K2 എന്നിവയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഈ കാണുന്ന 2 പോയിന്റാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, A1 A2 എന്ന് കാണിച്ചിരിക്കുന്നത്. ഇതിനിപ്പോൾ നമുക്ക് ഒരു നോർമൽ ഓപ്പൺ പോയിന്റ് മതിയാവും. അതുകൊണ്ടാണ് ഈ റിലേ മതിയാവും എന്ന് പറഞ്ഞത്. നമ്മൾ മറ്റ് ഫംഗ്ഷനുകളൊന്നും ഈ റിലേ വഴി ചെയ്യുന്നില്ല. ഈ ഒരു ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ. അതായത് ഇതെന്തിനാണെന്ന് ഞാൻ വഴിയെ പറയുന്നതാണ്. ഇതൊരു 14 പിൻ റിലേ ആണ്. റിലേയുടെ ബേസാണ് ഈ കാണുന്നത്. ഇതിൽ ഈ മുകളിലത്തെ 1, 2, 3, 4 എന്നീ പോയിന്റുകൾ നോർമൽ ക്ലോസ് ആയിരിക്കും. ഈ 5, 6, 7, 8 എന്നിവ നോർമൽ ഓപ്പൺ പോയിന്റുമാണ്. ഈ താഴെ കാണുന്നത് 9, 10, 11, 12 എന്നീ പോയിന്റുകൾ കോമൺ പോയിന്റുമാണ്. ഇവിടെയാണ് നമ്മൾ കോമൺ പോയിന്റ് കൊടുക്കുന്നത്. A1 A2 എന്ന് എഴുതിയിരിക്കുന്നത് നമ്മുടെ കോയിൽ സപ്ലൈ ആണ്. അതായത് ഈ കാണുന്നതാണ് 13, 14 നമുക്ക് കോയിൽ സപ്ലൈ ആണ് കൊടുക്കേണ്ടത്. A1 A2 കോയിൽ സപ്ലൈ കൊടുത്താൽ ഇതിലേക്ക് നമ്മുടെ ഈ 2 പിന്നിലേക്ക് കോയിൽ സപ്ലൈ കിട്ടുന്നതാണ്. ഇതാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന കോണ്ടാക്ടർ. അതായത് 12 ആംപിയറിൻ്റെ ഒരു കോണ്ടാക്ടറാണ് ഈ കാണുന്നത്. ഇതിൽ A1 A2 ഈ 2 സ്ക്രൂകളിലാണ് A1 A2 കൊടുക്കേണ്ടത്. ഇത് 230 വോൾട്ട് കോയിലിൻ്റെ ഒരു കോണ്ടാക്ടറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ K1 എന്ന് എഴുതിയിരിക്കുന്നതും K2 എന്ന് എഴുതിയിരിക്കുന്നതും ഈ കോണ്ടാക്ടറിൻ്റെ കോയിലുകളാണ്. K1 K2 ഞാൻ മുമ്പ് കാണിച്ചതുപോലെ റിലേയുടെ കോയിലുകളാണ് ഈ K1 K2 എന്നിവ. ഇതാണ് നമ്മുടെ OLR. OLRൻ്റെ ഈ മുകളിൽ കാണുന്ന 4 പിന്നുകൾ 95, 96 എന്നിവ ക്ലോസ് പോയിൻ്റാണ്. നോർമൽ ക്ലോസ് ആയിരിക്കും. അതായത് ഈ കാണിച്ചിരിക്കുന്നത് 95, 96 OLRൻ്റെ NC എന്ന് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഇതാണ് ഈ 2 പോയിൻ്റാണ് ഇവിടെ 95, 96 എന്ന് കാണിച്ചിരിക്കുന്നത്. 97, 98 എന്നിവ OLRൻ്റെ നോർമൽ ഓപ്പൺ ആണ്. ഇത് ഏതെങ്കിലും പമ്പ് ട്രിപ്പ് ആവുകയാണെങ്കിൽ അതിൻ്റെ ഈ നോർമൽ ക്ലോസ് ഓപ്പൺ ആവുകയും ഇവിടെ നമുക്ക് ഇത് ക്ലോസ് ആവുകയും ചെയ്യും. അപ്പോൾ ട്രിപ്പ് ഇൻഡിക്കേഷൻ ഇവിടെ കാണിക്കും. ആ കൂടെ തന്നെ നമ്മുടെ ഈ K1 എന്ന അല്ലെങ്കിൽ KA2 ഏതാണോ പമ്പ് ട്രിപ്പായത് അതിൻ്റെ റിലേ ഇവിടെ ക്ലോസ് ആവുകയും ഇവിടെ നമുക്ക് ഈ നോർമൽ ഓപ്പൺ പോയിന്റ് ഇവിടെ ക്ലോസ് ആകുന്നതാണ്. ഇതെന്തിനാണെന്ന് ഞാൻ വഴിയെ പറയുന്നതാണ്. ഡ്രോയിങ് വിവരിക്കുമ്പോൾ ഞാൻ തുടർന്ന് പറയുന്നതാണ് ഇതിൻ്റെയൊക്കെ ഫംഗ്ഷൻ. നിങ്ങൾ തുടർന്ന് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. നോർമൽ ഒരു കൺട്രോൾ സിസ്റ്റത്തിൽ DOL ബേസ് ചെയ്തിട്ടാണ് കൺട്രോൾ സിസ്റ്റങ്ങൾ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. ഇതാണ് DOL സ്റ്റാർട്ടർ, ഫസ്റ്റ് MCB, OLR NC, സ്റ്റോപ്പ് പുഷ് ബട്ടൺ, സ്റ്റാർട്ട് പുഷ് ബട്ടൺ ആൻഡ് കോയിൽ. ഇങ്ങനെയാണ് DOL സ്റ്റാർട്ടറിൻ്റെ കൺട്രോൾ വയറിങ്. ഇത് സിംഗിൾ ഫേസ് മോട്ടർ എങ്ങനെയാണ് ഇതിൽ കണക്ട് ചെയ്തിരിക്കുന്നതെന്നാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അതായത് ഒരു സിംഗിൾ ഫേസ് മോട്ടറാണ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇതുപോലെ കോണ്ടാക്ടറിൽ ഫസ്റ്റ് ലൈൻ വരും. അവിടെ നിന്നും താഴെ OLRൻ്റെ അടിവശത്തായി ഇതുപോലെ ലൂപ്പ് ചെയ്യുക, മുകളിൽ ഇതുപോലെ ലൂപ്പ് ചെയ്ത് നേരെ നമ്മുടെ മോട്ടറിലേക്ക് സിംഗിൾ ഫേസ് പോകുന്നതാണ്. ഇതിങ്ങനെ കൊടുത്താൽ മാത്രമേ ഈ OLR വർക്ക് ആവുകയുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്താൽ ഈ വീഡിയോയും നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. ഇത് ഞാൻ മുമ്പ് കാണിച്ചതാണ്. ഇത് 3 ഫേസ് മോട്ടറിൻ്റെ വയറിംഗ് ആണ്, പവർ വയറിംഗ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതുപോലെയാണ് പവർ വയറിംഗ് വരുന്നത്. ഇതിനകത്ത് എന്തൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് ഞാൻ ഇതിൻ്റെ ലെജൻഡ് എഴുതിയിരിക്കുന്നത്. ഈ K1 K2 കോണ്ടാക്ടറാണ്. അതായത് ഈ കാണിച്ചിരിക്കുന്ന K1 K2 എന്നിവ കോണ്ടാക്ടർ 230 വോൾട്ട് AC-യുടെ കോണ്ടാക്ടറാണിത്. K1 K2 എന്നിവ ഗ്ലാസ് റിലേ ആണ്. നമുക്ക് എത്ര പോയിന്റ് ആവശ്യമുണ്ടോ അതിനനുസരിച്ച് റിലേകൾ നമുക്ക് വയ്ക്കാവുന്നതാണ്. അടുത്തതായി OLR എന്നെഴുതിയിരിക്കുന്നത് ഓവർലോഡ് റിലേ ആണ്. ഇതാണ് ഓവർലോഡ് റിലേയുടെ പോയിന്റാണ് കാണിച്ചിരിക്കുന്നത്. ഇത് ഓവർലോഡ് റിലേയുടെ ഓപ്പൺ പോയിന്റ്, ഇത് ഓവർലോഡ് റിലേയുടെ ക്ലോസ് പോയിന്റാണ് ഈ കാണിച്ചിരിക്കുന്നത്. NO എന്നെഴുതിയിരിക്കുന്നത് നോർമൽ ഓപ്പൺ കോണ്ടാക്റ്റ് ആണ്. NC എന്ന് പറഞ്ഞാൽ നോർമൽ ക്ലോസ് കോണ്ടാക്റ്റ്. A1 A2 ഈ
ചിഹ്നം കാണിച്ചിരിക്കുന്നത് കോണ്ടാക്ടർ കോയിലുകളാണ്, അല്ലെങ്കിൽ റിലേയുടെ കോയിലുകളാണ്. എക്സ് എന്ന് എഴുതിയിരിക്കുന്നത് കണക്ടർ പോയിൻ്റാണ്, അതായത് X1, X2, X3, X4 എന്നിവ കണക്ടർ പോയിന്റുകളാണ്. ഈ ചിഹ്നം ഇത് ഇൻഡിക്കേഷൻ്റെയാണ്, ഇൻഡിക്കേറ്റേഴ്സിനെ ആണ് കാണിച്ചിരിക്കുന്നത്. നോർമൽ ഓപ്പൺ ഇതുപോലെയാണ് അതിൻ്റെ സിമ്പിൾ വരുന്നത്. നോർമൽ ഓപ്പണിൻ്റെ സിമ്പിൾ വരുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. നോർമൽ ക്ലോസിൻ്റെ സിമ്പിളാണിത്. HOA എന്ന് എഴുതിയിരിക്കുന്നത് ഹാൻഡ് ഓട്ടോ സ്വിച്ചാണ്, അതായത് ഈ കാണുന്നത് ഹാൻഡ് ഓട്ടോ സ്വിച്ചാണ്. 3, 4 ഇത് ഒറ്റ ഒരു ബ്ലോക്കിൽ വരുന്നതാണ്. ഈ ഒരു ബ്ലോക്കിലുള്ള ഹാൻഡ് ഓട്ടോ സ്വിച്ചാണ് ഈ കാണുന്നത്. ഹാൻഡ് ഓഫ് ഓട്ടോ എന്നിങ്ങനെയാണ് വരുന്നത്. സെൻറ്റർ പോയിന്റ് ഓഫ് ലെഫ്റ്റ് സൈഡിലേക്ക്, ഹാൻഡ് റൈറ്റ് സൈഡിലേക്ക്, ഓട്ടോ എന്നിങ്ങനെയാണ് വരുന്നത്. T എന്നെഴുതിയിരിക്കുന്നത് അനലോഗ് ടൈമറാണ്, 230 വോൾട്ടിൻ്റെ അനലോഗ് ടൈമറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെയും TNC എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ടൈമറിൻ്റെ ക്ലോസ് പോയിൻ്റാണിത്. ഇത് ടൈമറിൻ്റെ നോർമൽ ഓപ്പൺ പോയിൻ്റുമാണ്. ഡ്രോയിങ്ങിലേക്ക് വരാം. പവർ വയറിങ് കഴിഞ്ഞാൽ അവിടെ നിന്നും റെഡ് ഫേസ് നമ്മൾ ഒരു MCB ഉപയോഗിച്ച് കൺട്രോൾ സപ്ലൈക്കായി ഇതിലേക്ക് കണക്ട് ചെയ്യണം. താഴെ ഇത് ന്യൂട്രൽ പോയിൻ്റാണ്. ഇത് ഫസ്റ്റ് വരുന്നത് നേരെ ടൈമറിലേക്കാണ്. ടൈമറിൻ്റെ കോയിലാണ് ഈ കാണിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ M എന്ന് എഴുതിയിരിക്കും. മോട്ടോർ ആയിരിക്കും, അല്ലെങ്കിൽ കോയിലായിരിക്കും. ടൈമറിൻ്റെ കോയിലേക്ക് ആദ്യം ന്യൂട്രലും ഫേസും കണക്ട് ചെയ്യുക. അവിടെ നിന്നും നേരെ അടുത്തത് നമുക്ക് ഈ രണ്ട് കോണ്ടാക്ടറുകളിലും ഘടിപ്പിച്ചിരിക്കുന്ന OLRൻ്റെ 97, 98 പോയിന്റുകളാണ് ഈ 1, 2 എന്നിവ കാണിച്ചിരിക്കുന്നത്. ഇത് ഫസ്റ്റ് പമ്പിൻ്റെ കോണ്ടാക്ടറിൽ നിന്നും, ഫസ്റ്റ് പമ്പിൻ്റെ OLRൽ നിന്നുമാണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് 97ലേക്ക് ഫേസ് കൊടുക്കുക, 98ൽ നിന്ന് ഔട്ട് എടുത്ത് ഈ ഇൻഡിക്കേഷനിലേക്കും ഈ റിലേയുടെ A1 പോയിന്റിലേക്കും കണക്ട് ചെയ്യുക. രണ്ടാമത്തെ പമ്പിൻ്റെയും അതുപോലെ തന്നെ ഇങ്ങനെ കണക്ട് ചെയ്യണം. ഇതുപോലെ കണക്ട് ചെയ്യുക. തുടർന്ന് നമുക്ക് ഫ്ലോട്ട് സ്വിച്ചാണ്. ഫ്ലോട്ട് സ്വിച്ച് ഇവിടെ എപ്പോൾ ക്ലോസ് ആകുന്നോ അപ്പോൾ നമുക്ക് ഈ പ്രഷർ സ്വിച്ചിൻ്റെ നോർമൽ ക്ലോസ് പോയിന്റിൽ ഒരു സൈഡിൽ ഇവിടെ വന്ന് നിൽക്കും. അവിടെ നിന്നും ഇത് നോർമൽ പൊസിഷനിൽ ക്ലോസ് ആയി ഇതിലേക്ക് സപ്ലൈ വരുന്നതാണ്. ഇതിപ്പോൾ ഓഫ് പൊസിഷനിൽ നിൽക്കുന്നത് കാരണം താഴേക്ക് സപ്ലൈ വരില്ല. നമ്മളിപ്പോൾ ഇത് ഓട്ടോയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഈ പോയിന്റ് 3, 4 പോയിന്റുകൾ, അതായത് ടൈമർ വഴി നമുക്ക് ഇവിടെ സപ്ലൈ വന്ന് നിൽക്കും. ഓട്ടോയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇത് ക്ലോസ് ആയി നേരെ താഴേക്ക് വരുന്നതാണ്. 3, 4 എന്നീ പോയിന്റുകൾ ക്ലോസ് ആയി കഴിഞ്ഞാൽ നേരെ താഴേക്ക് ഈ OLRൻ്റെ 95, 96 എന്നീ പോയിന്റുകൾ വഴി നേരെ ഈ കോയിലിലേക്ക് സപ്ലൈ കിട്ടുകയും ഇത് കോണ്ടാക്ടർ ക്ലോസ് ആവുകയും ഈ റൺ ഇൻഡിക്കേഷൻ വർക്ക് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് ഓട്ടോയിലിട്ട് കഴിയുമ്പോൾ ഈ ടൈമറിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ടൈം കഴിയുമ്പോൾ ഇത് ഈ TNC എന്നത് ഓപ്പൺ ആവുകയും ഇത് ക്ലോസ് ആവുകയും ചെയ്യും. അപ്പോൾ ഇതിലേക്ക് സപ്ലൈ വന്ന് നേരെ ഈ കോയിൽ പിടിക്കുകയും ഇത് ഈ പമ്പ് ടു റൺ ആവുകയുമാണ് ചെയ്യുന്നത്. ഇൻ കേസ് ഇത് ട്രിപ്പായി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഇപ്പോൾ ഇത് ക്ലോസായി ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് ട്രിപ്പ് ആവുകയാണെങ്കിൽ ഇവിടെ ഈ 97, 98 എന്നിവ ഈ OLRൻ്റെ എണ്ണോ ക്ലോസ് ആയി നേരെ ഈ ഇൻഡിക്കേഷൻ വർക്കാവും, ട്രിപ്പ് ഇൻഡിക്കേഷൻ വർക്കാവുകയും ഈ KA2ലേക്ക് സപ്ലൈ ലഭിക്കുകയും ഇത് ക്ലോസ് ആവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇത് നേരെ ഇവിടെ ക്ലോസ് ആവും. ഇത് ക്ലോസ് ആകുമ്പോൾ നേരെ ഈ പമ്പ് ഡയറക്റ്റ് വർക്ക് ചെയ്യുന്നതാണ്. ആ സമയം റിട്ടേൺ സപ്ലൈ പോവുകയില്ല, ഇത് ഓപ്പൺ ആയിരിക്കും. ഇതുവഴി നേരെ ക്ലോസ് ആയി ഇതിലെ വന്ന് ഈ KA2 വഴി നേരെ ഈ ഫസ്റ്റ് പമ്പ് കമാൻഡ് കൊടുക്കും. അപ്പോൾ ഇതെപ്പോൾ റീസെറ്റ് ചെയ്യുന്നു അതുവരെ ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും, കണ്ടിന്യൂസ് ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇതിന് കമാൻഡ് വന്നാലും ഇത് തന്നെ വർക്ക് ചെയ്യും. അതാണ് ഈ റിലേ കോണ്ടാക്റ്റിൻ്റെ ഫങ്ഷൻ. അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇത് ട്രിപ്പ് ആവുകയാണെങ്കിൽ ഇതുവഴി സപ്ലൈ ഇത് ക്ലോസ് ആയി നേരെ ഈ പമ്പ് വർക്ക് ചെയ്യും. എപ്പോൾ റീസെറ്റ് ചെയ്യുന്നു അതുവരെ ഈ പമ്പ് വർക്ക് ചെയ്യുന്നതായിരിക്കും. ഇത്രയുമാണ് ഇതിൻ്റെ കൺട്രോൾ വയറിങ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ അതിനുള്ള മറുപടി എത്രയും പെട്ടെന്ന് നൽകുന്നതുമാണ്. അടുത്ത വീഡിയോയിൽ ഞാൻ ലാച്ച് റിലേ ഉപയോഗിച്ച് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ലാച്ച് റിലേ എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത് അതിനെപ്പറ്റി വീഡിയോ ചെയ്യുന്നതാണ്. നിങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ മറ്റു വീഡിയോകളുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ വാച്ച് ചെയ്താൽ നിങ്ങൾക്ക് മറ്റു വീഡിയോകൾ, കൺട്രോൾ വയറിങ്ങിൻ്റെ മറ്റു വീഡിയോകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
കൂടെ വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും അപ്പോൾ തന്നെ നിങ്ങൾക്ക് അത് കാണാവുന്നതുമാണ്. മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.